ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ദൃശ്യങ്ങൾ. മലമുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു. ഇതിൻ്റെ അപ്പുറത്തായി വലിയ ഗ്രൗണ്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്തായി തേയില എസ്റ്റേറ്റ് കാണുവാൻ സാധിക്കും. ചെറിയ യൂട്യൂബറാണ്. എന്റെ അനിയൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഹോട്ടലെല്ലാം അവധിയല്ലേ, അതുകൊണ്ട് നമ്മളെല്ലാവരുമാണ് ഇന്നത്തെ കുക്ക്. നമ്മൾ മറ്റു സ്ഥലത്ത് പോയി ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നത് നല്ല രസമാണ്. അങ്ങനെയുള്ള ഭക്ഷണത്തിന് നല്ല ടേസ്റ്റുമാണ്. ഗ്യാസിന് വില കൂടിയത് കൊണ്ട് ഹോട്ടലുകൾ അവധിയായ ദിവസമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ അടച്ചിട്ടിരുന്ന ബോട്ടിങ്ങിൽ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ കയറി. ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്നത് 2 പേര് ചവിട്ടുന്ന ബോട്ടാണ്. അതിൽ 4 പേർക്ക് സഞ്ചരിക്കാം. ഈ ബോട്ടിങ് പോകുന്നത് തേയില എസ്റ്റേറ്റിൻ്റെയൊക്കെ സൈഡിലൂടെയാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകുവാൻ സാധിക്കും. അരമണിക്കൂറാണ് ഈ ബോട്ടിങ്ങിൻ്റെ സമയം. ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ആമ്പൽക്കുളം. ഇതാണ് വാഗമണിലെ പ്രധാന സ്ഥലമായ മുട്ടക്കുന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മുട്ടക്കുന്നുകൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് പൈൻ വാലിയിലേക്കാണ്. റോഡ് സൈഡിലായി പോകുന്ന വഴിക്ക് പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. തൊപ്പികൾ വിൽക്കുന്ന കടകൾ, കൊച്ചു പിള്ളേരുടെ കടകൾ, കണ്ണാടി വിൽക്കുന്ന കടകൾ, അവിടെ നിന്ന് നമ്മളിപ്പോൾ അകത്തോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ പൈൻമര ഫോറസ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ എൻട്രി ഫീസ് കൊടുക്കണം. പൈൻമര ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്. സൂര്യൻ്റെ വെളിച്ചം ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ പൈൻമര ഫോറസ്റ്റിൽ ഉള്ള പക്ഷികളുടെ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അവിടെ കയറാനോ? അവിടെ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിലെ പൈൻ ഫോറസ്റ്റിലാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ബാക്കിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ഒരു സർബത്ത് പറഞ്ഞു. ഈ സർബത്ത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടെയും ബോട്ടിങ് ഉണ്ട്.
അങ്ങ് ദൂരെയായിട്ട് റോപ്പിലൂടെ ഒരാൾ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ പാരഷൂട്ടിൻ്റെ അടുത്തേക്കാണ് വന്നത്. കുട്ടികളെ ഇവിടെ കയറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ പേരൻസ് ഇവിടെ കയറി. അവർ പങ്കിട്ട നല്ല മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ ഈ പാലത്തിൽ കയറിയായിരുന്നു, പക്ഷേ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഹൊറർ ഹൗസിൽ കയറാൻ പോകുകയാണ്. അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ അനിയൻ വലിയ ധൈര്യശാലിയാണ്. തിരിച്ചാദ്യം ഇറങ്ങി നല്ല മുടി ഒന്നും അനാവല്ല. അത് താഴെയുണ്ട്, ടൊള്ളി താഴെ താഴെയുണ്ട്. അപ്പൊ അത് താഴെ ആ വണ്ടിയില്ലേ, വലിയ വണ്ടി. അയ്യേ കത്തി അടിച്ചു പോയല്ലേ.
കൂടെ എയറൊക്കെ വരുന്നുണ്ട് സൈഡിൽ. ഇനി നമ്മൾ വാഗമണ്ണിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണുവാൻ സാധിച്ചു. Hear that two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. But after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വാഗമണ്ണിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. വാഗമണ്ണിൽ നിന്ന് വന്നത് ഈ ഹോട്ടലിലേക്കാണ്, ഡ്രീം പാലസ്. ഇപ്പോൾ നമ്മൾ തേക്കടിയും തമിഴ്നാടിൻ്റെ ബോർഡറിലുമാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ തമിഴ്നാട് കാണാൻ വേണ്ടി പോകും. ഇപ്പോൾ ഏകദേശം വൈകിട്ട് ആയിട്ടുണ്ട്. അങ്ങോട്ട് പോവാ തുടങ്ങിയതേ. നിങ്ങളോട് ഇവിടെ എന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട് ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഇന്നിവിടെ ചുറ്റിക്കറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വരാം. അടുത്ത ദിവസം രാവിലെയായി. അപ്പം നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലേക്ക് എത്തിയ വഴിക്ക് മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു. നല്ല പരുത്ത മുന്തിരി. ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ജാമും വൈനും അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മുന്തിരിക്ക് നല്ല വിലക്കുറവാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയും കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.